നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് വരെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ, 100ലധികം രാജ്യങ്ങൾ അദ്ദേഹത്തിന് പോകാൻ കഴിയുകയില്ല. ആ രാജ്യത്ത് എവിടെ ചെന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനാണ് കോടതി ഉത്തരവ്. അതൊന്നും തനിക്ക് ബാധകമല്ല എന്ന് നെതന്യാഹു പറയുമ്പോഴും അവിടങ്ങളിലേക്കൊന്നും അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് നെതന്യാഹുവും ഇതിന് തയ്യാറായത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം നേരത്തെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ പോലും പറഞ്ഞതിൽ ഈ ഉടമ്പടിയിൽ ഒപ്പിടരുത്, ഒരു കാരണവശാലും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിക്കരുത്. കാരണം ഹിസ്ബുള്ളയും ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും തീർത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സ്ഥിതി. അവർക്ക് മേൽ വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്ത് ഒത്തുതീർപ്പെന്നാണ് പലരും ചോദിക്കുന്നത്. മാത്രമല്ല ഹിസ്ബുള്ള തീവ്രവാദികൾ ഇപ്പോൾ തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും ഗാസയിൽ എന്തുകൊണ്ട് ഹമാസുമായ ഒരു ഒത്തുതീർപ്പ് സംഭാഷണം നടക്കുന്നില്ല എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹമാസിന്റെ കയ്യിലാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത നിരവധി ബന്ധികൾ ഉള്ളത്. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് തൽക്കാലം അമേരിക്ക കീഴടങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ബൈഡൻ ഭരണകൂടമാകട്ടെ അടുത്ത ട്രംപ് വരുന്നതിന് മുമ്പ് പരമാവധി കാര്യങ്ങൾ കുരുക്കുകൾ ഒപ്പിച്ചു വയ്ക്കുകയാണോ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ട്രംപിനെ നമുക്കറിയാം, അദ്ദേഹം ഇറാനെയും ഇത്തരം തീവ്രവാദ സംഘടനകളൊക്കെ ശക്തമായി എതിർക്കുന്ന ഒരു നേതാവാണ്. ട്രംപ് ജനുവരി പകുതിക്ക് ശേഷം അധികാരത്തിൽ വരുമ്പോൾ ഈ ഉടമ്പടി അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് ഒരുപക്ഷെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടാലോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ട്രംപിന്റെ പൊതുവെയുള്ള രീതി വെച്ച് അങ്ങനെ ആവശ്യപ്പെടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്ര നാൾ നിലനിൽക്കും എന്നറിയില്ല. മാത്രമല്ല ഈ ഉടമ്പടിയിലെ ഒരു പ്രധാന വ്യവസ്ഥ, ഈ 60 ദിവസ കാലയളവിൽ ഹിസ്ബുള്ള എപ്പോഴെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളത്.